ഹലോ ഹലോ, മനോഹര സർ. സ്റ്റീഫൻ യെസ് സർ. സുഷമ്മ സർ. സൂസന്ന സർ. അപ്പൊ നിങ്ങൾക്കൊക്കെ ചെവി കേക്കാല്ലേ? ഈ ഫോൺ ഇവിടെ കിടന്ന് അടിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി? അതൊന്ന് എടുക്കണമെങ്കിൽ ഇനി വകുപ്പ് മന്ത്രിയുടെ ഉത്തരവ് വേണമായിരിക്കും അല്ലേ? ഇന്നലെ ഫോൺ എടുത്തതിന് സാറ് ചീത്ത കുറെ പറഞ്ഞതാ. ഫോൺ എടുത്തതിനല്ല മനോഹര ചീത്ത പറഞ്ഞത്. നെല്ലുണങ്ങാൻ തുടങ്ങുന്നു, അടുത്തെങ്ങാനും വെള്ളം തുറന്നുവിടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ച ഒരു പാവം കർഷകനോട് ഡാം തന്റെ അമ്മായിയപ്പന്റെ വകയല്ല എന്ന് പറഞ്ഞു വിരട്ടിയില്ലേ? അതിനാ. അല്ല, ഞാനൊരു സത്യല്ലേ പറഞ്ഞുള്ളൂ. സത്യം ഇങ്ങനെ പറയാനല്ല സർക്കാർ നമുക്ക് ശമ്പളം തരുന്നത്, ജനങ്ങളെ സേവിക്കാനാ. അവരുടെ തലേ കയറി ഇന്ന് ഭരതനാട്യം പാടില്ല. മറ്റുള്ളവരോട് സ്നേഹമായിട്ട് പെരുമാറിയ എന്തോന്ന് നഷ്ടം വരാനാ? ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഇല്ല സർ, അത് ചില നേരത്തെ ഇവിടുത്തെ ഫോണിനൊരു ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. ഓക്കെ സർ, ചാലിശ്ശേരി ഭാഗത്തേക്കുള്ളത് മാത്രം തുറന്നുവിട്ടാ മതിയോ? ഓക്കെ സർ, താങ്ക് യു സർ. കണ്ടോ, കളക്ടറായിരുന്നു. അനന്താ, വണ്ടി എടുക്കും സാർ. ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് സാർ? ഇങ്ങനെയല്ലേ എന്നും പോവാറുള്ളത്. ഈ പോക്കിന്റെ കാര്യമല്ല, നമ്മൾ ഓഫീസിലെ ആത്മാർത്ഥത ഉള്ള ഒരെണ്ണം പോലും ദൈവം സഹായിച്ചിട്ട് അവിടെ ഇല്ല. എല്ലാത്തിനും ശമ്പളം വെറുതെ കിട്ടണം. അല്ല, അവരങ്ങനെ ശീലിച്ചു പോയി. എന്നാലും ഇപ്പൊ എത്ര ഭേദം, സാർ ഇവിടെ ചാർജ് എടുക്കുന്നതിന് മുമ്പൊന്ന് കാണണം. ശമ്പളം വാങ്ങാനല്ലാതെ ഒരെണ്ണം പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല. പിയൂണൊന്ന് ഓഫീസ് തുറന്നിടും, ഞാനും ഉണ്ടാവും. 1-ാം തീയതി അടുപ്പിച്ച് 2-3 ദിവസം എഞ്ചിനീയർ വരും. പിന്നെ പണിയും കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ. കലക്ടർ ഓഫീസിൽ നിന്ന് ഷട്ടർ തുറക്കാൻ പറഞ്ഞാൽ തുറക്കണം, അടക്കാൻ പറഞ്ഞാൽ അടക്കണം. താൻ ആദ്യം വായടക്കി, എന്നിട്ട് നേരെ നോക്കി വണ്ടി ഓടിക്കും. ഇത് കണ്ടോ, ചേച്ചിയുടെ കളറിന് ചേരും. ചേച്ചിയെ പോലെ സൗന്ദര്യമുള്ളവർക്ക് ഒരുവിധം എല്ലാ തരവും യോജിക്കും. ഓ, ചിലരുണ്ട് എത്ര വിലപിടിപ്പുള്ള വേഷം ഇട്ടാലും ഈ വെള്ളരിക്കാത്തോട്ടത്തിന് നോക്കുകുത്തി വെച്ച പോലെ ഇങ്ങനെ. എനിക്ക് ഈ അണിഞ്ഞൊരുങ്ങാനൊക്കെ പണ്ടേ മടിയാ. അതിന്റെ ആവശ്യമില്ലല്ലോ. ചേച്ചിയൊക്കെ ഈ സാരി ഉടുത്ത് നെറ്റിലൊരു ചന്ദനക്കുറിയും തൊട്ട് നിന്നാലുണ്ടല്ലോ, പിന്നെ നിലവിളക്ക് വേണ്ട. അല്ലേടാ ചെലവാ? ഇതിനെന്ത് തരണം? ഈ ചേച്ചി അതങ്ങോട്ട് മാറ്റി വെച്ച് ചോദിക്കാൻ വിട്ടുപോയി. ഭർത്താവിന് എന്താ ജോലി? ഇവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ എഞ്ചിനീയറാ. ആ ഭാഗം തുറന്നു കാണിക്കടാ. ദേ, സാറിന് പറ്റിയ 1-ാം തരം ടീഷർട്ടുകളുണ്ട്. അയ്യോ, അതൊന്നും വേണ്ട. എന്നാ കുട്ടിക്കുള്ളത് എടുക്കട്ടെ. ആൺകുട്ടിയോ പെൺകുട്ടിയോ? ഞങ്ങൾക്ക് കുട്ടികളില്ല. അയ്യോ, അതെന്ത് പറ്റി? കല്യാണം കഴിഞ്ഞിട്ടിപ്പോ എത്ര കൊല്ലമായി? അത് കുറച്ചായി. എന്നിട്ട് ഡോക്ടർമാരാരെയും കാണിച്ചില്ലേ? ഇതിനെന്താ തരേണ്ടെന്ന് പറ. നീ അങ്ങോട്ട് മാറി എന്നാടാ. ഞങ്ങളുടെ നാട്ടിലൊരു സ്വാമിയുണ്ട്, പേര് കേട്ട സിദ്ധനാ. 3 വെള്ളിയാഴ്ച മുടങ്ങാതെ അവിടെ ചെന്ന് ഭജന ഇരുന്നാ മതി, ഉറപ്പാ കുട്ടികൾ ഉണ്ടാവും. ഫോൺ നമ്പർ തരട്ടെ? നമ്പറും വേണ്ട, നിങ്ങളുടെ സാരിയും വേണ്ട. വേഗം സ്ഥലം വിട്. ആ ടിവിന്റെ വോളിയം ഒന്ന് കുറച്ചു വെക്കൂ. ആ, ഇനി പറയൂ, മോൻ എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ് ആണോ? ഇന്ന് ഉച്ചയ്ക്ക് എന്താ കറി വെച്ചത്? കറി കറി ഡിഷ്. ഓ, പുലിയും കറി എനിക്ക് വലിയ ഇഷ്ടമാ. ഇല്ല, എനിക്കറിയില്ലല്ലോ. അയ്യോടി, എന്താ നിന്റെ മലയാളം ഇങ്ങനെയായി പോയത്? എന്റെ മലയാളത്തിനൊന്നും പറ്റിയിട്ടില്ല ചേച്ചി. ടിവിയിലേക്ക് അവതാരകയാവാൻ ഞാൻ ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടല്ലോ. വല്ല ഇന്റർവ്യൂവിനും വിളിച്ച് അവരുടെ രീതി പറയണല്ലോ എന്ന് ഓർത്ത് പ്രാക്ടീസ് ചെയ്തതാ. ക്ലാസ് ഇല്ലേ നിനക്ക്? ഉച്ചയ്ക്ക് ശേഷം പോയാ മതി. ഭയങ്കര ബോറാ ചേച്ചി ഹോം സയൻസ്. എനിക്ക് മടുത്തു. ചേട്ടൻ കേക്കണ്ട. ആരുടെയൊക്കെ കയ്യും കാലം പിടിച്ചിട്ടാ മാർക്ക് കുറഞ്ഞിട്ട് നിനക്ക് അവിടെ സീറ്റ് സംഘടിപ്പിച്ചെന്നറിയോ? ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഇനി പഠിക്കണ്ട, വല്ല ചാനലിലും കയറി പറ്റിയാ മതിയെന്ന്. ഡാൻസ് അറിയാം, പാട്ട് പഠിച്ചിട്ടുണ്ട്, ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ പേടിയുമില്ല. പക്ഷെ നിന്റെ ചേട്ടന് നിന്നെ പേടിയാ. ഇവിടെ വേണം. ഇവിടെ ഇങ്ങോട്ട്. പെമ്പിള്ളാരെ കോളേജിൽ പോകാനും സമ്മതിക്കത്തില്ല. വിട്ടാണ് സാർ. എന്നാ വിട്ടോ.
മോഹൻലാൽ പടത്തിന്റെ സീഡിയാ. ഹായ് നോക്കട്ടെ. ഇത് എവിടുന്ന് കിട്ടിയടി? അപ്പം നിന്നാ പോരെ.